ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്തുള്ളൂ. ആ പ്രോഗ്രാം ഏതായിരുന്നു? ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് 45നേക്കാൾ കൂടുതലോ 45 ആണെങ്കിൽ, മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണെങ്കിൽ പാസ്സായി എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ആ ഒരു പ്രോഗ്രാം നമുക്ക് എടുക്കാം. ഈ പ്രോഗ്രാമിൽ കുറച്ച് കാര്യങ്ങളുടെ കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണെങ്കിൽ പാസ് എന്ന് പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 45 മാർക്ക് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ അതും കൂടി എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം? അതിനൊരു എളുപ്പ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വന്നതിന് ശേഷം എൽസ് എന്ന് എഴുതിയതിന് ശേഷം ഒരു കോളൻ എടുക്കുക. കോളൻ ഇട്ടിട്ട് നമ്മൾ എൽസിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യം പറഞ്ഞു കൊടുക്കുക. പ്രിൻ്റ് ഫെയിൽ എന്ന് കൊടുക്കുക. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണോ എന്ന് നോക്കും. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ 45 ആണെങ്കിൽ ഇഫിൻ്റെ ഉള്ളിലുള്ള കാര്യം പ്രിൻ്റ് ആവും. അല്ലെങ്കിൽ എൽസ് എന്ത് പ്രിൻ്റ് ആവും? എൽസിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന കാര്യം പ്രിൻ്റ് ആവും. അപ്പോൾ ഫെയിൽ എന്ന് പ്രിൻ്റ് ആവും. ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം വന്നു. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണെങ്കിൽ പാസ് എന്ന് പ്രിൻ്റ് ചെയ്യാനും എൽസ് ഫെയിൽ എന്ന് പ്രിൻ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. മാർക്ക് എന്ന് പറയുന്നത് 23 ആണെന്ന് കൊടുക്കുന്നു. 23 ആയപ്പോൾ ഫെയിൽ എന്ന് പ്രിൻ്റ് ആയി വന്നു. നമുക്ക് പ്രോഗ്രാം ഒന്നുകൂടെ റൺ ചെയ്യാം. 45 എന്ന് കൊടുക്കുക. 45 ആയപ്പോൾ പാസ് എന്ന് പ്രിൻ്റ് ചെയ്തു. 45-ന് മുകളിലാണെങ്കിൽ, 45-ന് മുകളിലോ 45-ന് ഈക്വലോ ആണെങ്കിൽ എന്ത് സംഭവിച്ചു? പാസ് ആണെന്ന് പ്രിൻ്റ് ചെയ്ത് തന്നു. ഇല്ലെങ്കിൽ ഫെയിൽ ആണെന്ന് പ്രിൻ്റ് ചെയ്ത് തന്നു. എൽസ് സ്റ്റേറ്റ്മെൻറ്റും ഇഫ് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും സാധാരണ ഒരുമിച്ചാണ് ഉപയോഗിക്കാറ്. ഇഫ് എൽസ് എന്ന് പറഞ്ഞാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണെങ്കിൽ എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ഒരു ഹയർ ഒഫീഷ്യൽസ് പറയാണ് മാർക്ക് 45-ന് കൂടുതലായാൽ മാത്രം പോരാ, എന്തും കൂടെ വേണം. മാർക്ക് 45-ന് ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വേണം. അത് കൂടാതെ തന്നെ അറ്റൻഡൻസ് 75%-ന് മുകളിൽ വേണമെന്ന് പറയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രം ആൾ പാസ്സാവുള്ളൂ, ഇല്ലെങ്കിൽ പാസ്സാവാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം അറ്റൻഡൻസ് ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം അല്ലേ? അറ്റൻഡൻസിന് നമുക്ക് ATT എന്ന് കൊടുക്കാം. ATT ഈക്വൽ ടു നമ്മൾ എന്ത് പേര് കൊടുത്താലും കുഴപ്പമില്ല. അറ്റൻഡൻസ് എന്നുള്ളതിന് അറ്റൻഡൻസിന് ഫുള്ള് കൊടുത്താലും കുഴപ്പമില്ല. ATT എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ഞാൻ കൊടുക്കുന്നത്. ATTൻ്റെ ഉള്ളിലേക്ക് ഇൻറ്റിജർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഒരു നമ്പർ ആയിട്ടാണ് ഇൻപുട്ട് എടുക്കുക. അതിൽ ഇൻപുട്ട് ഓഫ് എന്താണ് പറയുന്നത്? എൻ്റർ യുവർ അറ്റൻഡൻസ് എന്ന് കൊടുക്കാം. എൻ്റർ യുവർ അറ്റൻഡൻസ്. അപ്പോൾ അറ്റൻഡൻസ് നമ്മൾ ഇൻപുട്ടായിട്ട് എടുത്തു. അറ്റൻഡൻസ് ഇൻപുട്ടായിട്ട് എടുത്ത് അതിനെ ഇൻറ്റിജർ ആക്കി മാറ്റി അത് ATTയിലേക്ക് സ്റ്റോർ ചെയ്തു. ഇഫിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ ഇപ്പോൾ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്? മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണെങ്കിൽ എന്നാണ് ഇഫിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആൻഡ് അറ്റൻഡൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇഫിൻ്റെ ഉള്ള കാര്യം കറക്റ്റായിട്ട് കൊടുക്കുകയുള്ളൂ. ഇഫിൽ രണ്ട് കണ്ടീഷൻസായി. ആ രണ്ട് കണ്ടീഷൻസിനെ തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ ആൻഡ് എന്ന് പറയുന്ന കീവേഡാണ്. ഒരു കണ്ടീഷൻ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 എന്ന് പറയുന്നതാണ്. ഒരു കണ്ടീഷൻ അറ്റൻഡൻസ് ATT ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75 എന്ന് പറയുന്നതാണ്. അതിന് രണ്ടിനെയും ലിങ്ക് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് ആൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ്. ഒരു ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്നാണ് അതിനെ പറയുക. ഈ ആൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് കാര്യങ്ങൾ ശരിയാണെങ്കിൽ മാത്രമാണ് മൊത്തത്തിലുള്ള വാല്യൂ ശരിയാവുള്ളൂ. മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45-ഉം അതേപോലെ തന്നെ അറ്റൻഡൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75-ഉം ട്രൂ ആയാൽ മാത്രമാണ് നമ്മുടെ ഇഫിൻ്റെ ഉള്ളിൽ ട്രൂ ആയിട്ട് വരുള്ളൂ. അതായത് ഇഫിനുള്ള കാര്യം നടക്കുള്ളൂ. ആൻഡും ഉണ്ട്, അതുപോലെ തന്നെ ഓർ എന്ന് പറയുന്ന ഒരു കീവേഡും കൂടി ഉണ്ട്. ഓർ കൂടി ഉണ്ട്. ഓർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡിൻ്റെ പോലെയല്ല. ഓർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം ശരിയായാൽ മാർക്ക് 45-ന് മുകളിലാവുകയോ അല്ലെങ്കിൽ അറ്റൻഡൻസ് 75-ന് മുകളിലാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റായി വരും. ആ ഇഫിൻ്റെ ഉള്ളിലുള്ള കാര്യം പ്രിൻ്റായി വരും. അതായത് ഓർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം ശരിയായാലും ഓർ കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള മൊത്തത്തിലുള്ള വാല്യൂ ശരിയായിരിക്കും. ആൻഡ് ആണെങ്കിൽ രണ്ടും ശരിയായാൽ മാത്രമാണ് ആ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണ്? 45-ന് മുകളിൽ മാർക്കും വേണം, 75-ന് മുകളിൽ അറ്റൻഡൻസും വേണം. രണ്ട് കാര്യങ്ങളും ശരിയായാൽ മാത്രമാണ് ആൾ പാസ്സാവുള്ളൂ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഏതാണ്? ആൻഡ് ആണോ ഓർ ആണോ? ആൻഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആൻഡ് യൂസ് ചെയ്യുന്നു. ആൻഡ് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുന്നു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റർ യുവർ മാർക്ക് എന്ന് തോന്നുന്നു. ഞാൻ മാർക്ക് 45 ആയിട്ട് കൊടുക്കുകയാണ്. മാർക്ക് കൂടുതലുണ്ട്, പക്ഷേ അറ്റൻഡൻസ് ഞാൻ 21 എന്ന് കൊടുക്കുകയാണ്. അതായത് 75 ഇല്ല. അപ്പോൾ എന്താണ് വരേണ്ടത്? ഫെയിൽ എന്നാണ് വരേണ്ടത്. അങ്ങനെ തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, ഫെയിൽ എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
മാർക്ക് എന്ന് പറയുന്നത് ഒരു 21 ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 76 ആയിട്ട് കൊടുക്കുക. ഓക്കെ, 76 അറ്റൻഡൻസ് കൂടുതലുണ്ടെങ്കിലും മാർക്ക് കുറവായതുകൊണ്ട് ആൾ ഫെയിലായി അല്ലേ. ഓക്കെ, മാർക്ക് എന്ന് പറയുന്നത് ഞാൻ 50 ആയിട്ട് കൊടുക്കുന്നു, അറ്റൻഡൻസ് എന്ന് പറയുന്നത് 80 ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ആൾ പാസ്സായല്ലേ. ഇപ്പോൾ പാസ് എന്ന് പ്രിൻറ്റ് ചെയ്ത് തന്നു. നമ്മുടെ ഈ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത്? ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണെന്ന് നോക്കും, ആൻഡ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75 ആണെന്ന് നോക്കും. ഇത് രണ്ടും ശരിയാണെങ്കിൽ പാസ് എന്ന് പ്രിൻറ്റ് ചെയ്യും, എൽസ് അല്ലെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യും? ഫെയിൽ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇഫ് എൽസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ആൻഡ് മോർ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള എക്സാമ്പിൾസ് ഉണ്ടാക്കിയതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക പൈത്തണിൽ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. താങ്ക് യു.